രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ കഠോപനിഷത്ത് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കഠോപനിഷത്തിന്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. രാധയുടെ പ്രണയം എന്ന പേരിൽ നിങ്ങളത് കണ്ടു തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും രാധാറാണി തരും. കൃഷ്ണനെ കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗം രാധാറാണിയെ ഭജിക്കുക എന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും 12 മണിക്ക് കഠോപനിഷത്തിന്റെ ക്ലാസ്, എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്. ശൃംഗാര കാവ്യങ്ങളിൽ അഗ്രഗണ്യമാണ് അഷ്ടപതി. രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര ലീലകളാണ് വർണ്ണിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിന്റെ ക്ലാസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. കൊല്ലത്ത് എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊല്ലത്ത് വന്നാൽ മതി. ഇവിടെ സ്ത്രീകളും പുരുഷന്മാർക്കും എല്ലാം പ്രത്യേക താമസ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, അവിടെ നിന്നൊക്കെ എറണാകുളം, ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, അത് നിശ്ചയമായും കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നതുണ്ട്, അത് ഉറപ്പായിട്ടും കേൾക്കണം. അതേ കണക്ക് ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളതുണ്ട്, അതും നിങ്ങൾ കേൾക്കണം. ആരാണ് രാധ എന്നൊരെണ്ണമുണ്ട്, അതും നിങ്ങൾ കേൾക്കണം. അതേപോലെ തന്നെയാണ് ഭക്തമീരയുടെ കഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്.
എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിനു മുമ്പ് നമ്മുടെ കൃഷ്ണപ്രിയ രാധാ കവചവും 2 എണ്ണം ഉണ്ട്. 2 രാധികാ കവചമുണ്ട്. ഇത് 2ഉം ചൊല്ലിയാലേ പ്രയോജനമുള്ളൂ. ഇത് 2ഉം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ യഥാർത്ഥ രാധാ സഹസ്രനാമം, പല പല രാധാ സഹസ്രനാമങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതല്ല, യഥാർത്ഥ രാധാ സഹസ്രനാമം എന്താണ് അത് നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം എന്ന ഹെഡിങ്ങിൽ നിങ്ങൾക്ക് ഈ രാധാ സഹസ്രനാമവും രാധികാ കവചവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായും നിങ്ങൾ കേൾക്കണം. ആവശ്യമുള്ളവർക്ക് ഞാനതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപനിഷത്തിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ആ ഉപനിഷത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് തുടങ്ങാം. ഓം സകനാവവധൂ സകനൗ ഭുനക്തൂ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പം നമ്മളിന്ന് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് 1ാമത്തെ ശ്ലോകം ആരംഭിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട രാധാഭക്തരെ, രാധേ രാധേ ചാനൽ കാണുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉപനിഷത്ത് പഠിക്കുക എന്ന മഹാഭാഗ്യം, അതെ മഹാഭാഗ്യമുള്ളവർക്കേ ഉപനിഷത്ത് പഠിക്കാൻ പറ്റൂ. സാധാരണ ഭാഗ്യമുള്ളവർക്ക് വേദങ്ങൾ പഠിക്കാം. ഉപനിഷത്ത് പഠിക്കണമെങ്കിൽ മഹാഭാഗ്യം വേണം. ഉപനിഷത്തിൽ ആദ്യത്തെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി എടുത്തു തന്ന കഥകളാണ്. പക്ഷേ ആ വരികളിൽ, ആ കഥകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അത് സഹിതമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ശ്ലോകം നോക്കേ. ഓം ഉഷൻഹവൈ വാജസ്വവസ സർവവേദസം ദധൗ തസ്യ നചികേതാ നാമ പുത്ര ആസാം. അർത്ഥം എഴുതിക്കോ. ഉഷൻ, ഉഷൻ എന്ന് പറഞ്ഞാൽ പുണ്യഫലങ്ങളെ ആഗ്രഹിക്കുന്നവൻ. അർത്ഥം എഴുതിക്കോണേ. ഉഷൻ സമം പുണ്യഫലങ്ങളെ ആശ്രയിക്കുന്നവൻ. അടുത്തത് ഹവൈ. ഹവൈ അർത്ഥം ചെയ്തുവത്രേ. ഹവൈ എന്ന് പറഞ്ഞാൽ ചെയ്തുവത്രേ. അടുത്തത് സർവവേദസം. സർവവേദസം അർത്ഥം എല്ലാ സമ്പത്തിനെയും. സർവവേദസം എല്ലാ സമ്പത്തിനെയും. ദദൗ. ദദൗ ദാനം. ദദൗ എന്ന് പറഞ്ഞാൽ ദാനം. തസ്യ. തസ്യ അദ്ദേഹത്തിന്. തസ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്. എഴുതിയല്ലോ നിങ്ങൾ. പിന്നെ നചികേത നാമ അർത്ഥം നചികേതസ് എന്ന് പേരായ. നചികേതസ് എന്ന് പേരായ. പുത്ര പുത്രൻ തന്നെ. അസ ഉണ്ടായിരുന്നു. അപ്പൊ പുത്ര അസ പുത്രൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തരാം. പുണ്യഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് വാജസ്രവസിൻ്റെ പുത്രൻ വിശ്വജിത്ത് എന്ന യാഗം നടത്തിയത്രേ. യാഗാനന്തരം അദ്ദേഹം തൻ്റെ സർവസമ്പത്തും ദാനം ചെയ്തു അത്രേ. അദ്ദേഹത്തിന് നചികേതസ് എന്ന പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് പുണ്യഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് വാജസ്രവസിൻ്റെ പുത്രൻ വിശ്വജിത്ത് എന്ന യാഗം നടത്തി. യാഗാനന്തരം അദ്ദേഹം തൻ്റെ സർവസമ്പത്തുക്കളും ദാനം ചെയ്തു. അദ്ദേഹത്തിന് നചികേതസ് എന്നു പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. വാജസ്രവസിൻ്റെ പുത്രൻ എന്തു ചെയ്തു? യാഗം നടത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഉപനിഷത്ത് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന
പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. യജ്ഞങ്ങളെല്ലാം ഭൂമിയിലോ സ്വർഗസുഖത്തെയോ, മനസ്സിലെ സകല യജ്ഞങ്ങളും ഭൂമിയിലെ സുഖങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിലെ സുഖങ്ങൾ കൊതിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാ യജ്ഞങ്ങളും എല്ലാവിധ യാഗങ്ങളും ഇതൊക്കെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കൈക്കൂലിയാണെന്ന് അറിയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വാജസ്രവസിന്റെ പുത്രൻ യാഗം ചെയ്തു. ശ്രദ്ധിക്കുക, വാചം എന്ന് പറഞ്ഞാൽ അന്നം എന്നാണ് അർത്ഥം. സ്രവസ് എന്ന് പറഞ്ഞാൽ കീർത്തി എന്ന് പറഞ്ഞാൽ അന്നം ദാനം ചെയ്ത് കീർത്തി സമ്പാദിച്ചവൻ എന്നാണ് അർത്ഥം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത് പ്രശസ്തി കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ചില സുഖങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ തന്നെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, ഓരോരുത്തർ 101 പെൺകുട്ടികളെ കല്യാണം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്ര വക സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞ് നാട്ടുകാരെയും മന്ത്രിമാരെയും എല്ലാം വിളിച്ചു കൂട്ടി, പത്രക്കാരെയും വിളിച്ചു കൂട്ടി, സത്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തി ഇവർ പാവങ്ങളാണ്, കണ്ടില്ലേ ഇവരൊക്കെ പാവങ്ങളാ, ഞാൻ പണക്കാരൻ, ഞാൻ ഭയങ്കര ദാനശീലൻ, ഞാൻ ഇവർക്ക് ദാനം ചെയ്തു. ഇത് കീർത്തിക്ക് വേണ്ടിയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഓരോരുത്തര് സ്ത്രീകളുടെ കല്യാണം നടത്തുന്നത്, ധനം കൊടുക്കുന്നത് ഒക്കെ കീർത്തിക്ക് വേണ്ടിയാണെങ്കിൽ വാജസ്രവസ് അന്നം കൊടുത്ത് കീർത്തി നേടിയവനാണ്. അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യാഗവും യജ്ഞവും നടത്തുന്ന ആളാണ് വാജസ്രവസ്. ആ വാജസ്രവസിന്റെ പുത്രനാണ് ഇവിടെ യാഗം നടത്തുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പൊ അച്ഛൻ്റെ ഗുണം മക്കൾക്ക് കാണാതിരിക്കുമോ? ഈ മകനും വാജസ്രവസിനെ പോലെ ജനങ്ങൾക്കെല്ലാം കൊടുക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല, തനിക്ക് ഈ ലോകം മുഴുവനും കീഴടക്കണം, സ്വർഗീയ സുഖം കിട്ടണം എന്ന രീതിയിലാണിത് നടത്തിയിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക്, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദാനം നൽകി നടത്തുന്ന കർമ്മത്തെ പൂർത്ത കർമ്മം എന്ന് പറയും. അങ്ങനത്തെ ഒരു കർമ്മമാണ് ഇവിടെ വാജസ്രവസ് നടത്തിയിരിക്കുന്നത്. ഓർമ്മിക്കുക, നമ്മൾ നടത്തുന്ന യാഗങ്ങള്, യജ്ഞങ്ങള് ഇതെല്ലാം കൈക്കൂലികളാണ്. സ്വർഗത്തിൽ കടന്നുകൂടാനുള്ള, അല്ലെങ്കിൽ മോക്ഷം കിട്ടാനുള്ള, അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ കടന്നുകൂടാൻ, അല്ലെങ്കിൽ കൈലാസത്തിൽ കടന്നുകൂടാനുള്ള ഒരു ഉപായം ഭഗവാൻ കൊടുക്കുന്ന കൈക്കൂലി മാത്രമാണ്. ഇവിടെ വാജസ്രവസിന്റെ പുത്രനായ ഉദ്ദാലകനും തനിക്കുള്ള പശുക്കളെ ദാനം ചെയ്തു. പക്ഷെ ഒരിക്കലും അതിനെ ദാനം എന്ന് വിളിക്കാൻ പറ്റില്ല. ദാനം എന്ന് പറഞ്ഞാൽ പരിത്യാഗമാണ്. ഇവിടെ ഉപനിഷത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്താണ് ദാനം? തിരിച്ച് യാതൊന്നും ആഗ്രഹിക്കാതെ, ഇരു ചെവി അറിയാതെ മറ്റൊരാൾക്ക് നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അതിനെയാണ് ദാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ തിരിച്ചൊന്നും ആഗ്രഹിക്കരുത്. ഇരു ചെവി പോലും അറിയാതെ മറ്റൊന്ന് കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദാലകൻ ഈ ഹോമം നടത്തുന്നതും തൻ്റെ സ്വത്തുക്കള് ദാനം ചെയ്യുന്നതും ഈ ലോകം കീഴടക്കുന്നതിനും സ്വർഗപ്രാപ്തിക്കും വേണ്ടിയാണ്. ഇതിന് ആധ്യാത്മികയുമായിട്ട് എന്ത് ബന്ധം? ഈ ലോകം കീഴടക്കി സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നടത്തുന്ന യാഗം, സത്യത്തിൽ ആ യാഗത്തിന് ആധ്യാത്മികയുമായും ബന്ധമില്ല. അപ്പോൾ ഉപനിഷത്ത് പറയുന്നു, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും നടത്തുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. അത് ഇങ്ങനെ വരണം, ഇതിങ്ങനെ വരണം. അങ്ങനെ ചെയ്യുന്നതൊന്നും ആധ്യാത്മികതയുമായി ബന്ധമില്ലാത്തതാണ് എന്ന് ഉപനിഷത്ത് പറയുന്നു. അപ്പോൾ ഉപനിഷത്തിൻ്റെ അനുസരിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന യാഗങ്ങളും യജ്ഞങ്ങളും, നമ്മൾ ആ യാഗങ്ങൾക്കൊക്കെ പൈസ കൊടുക്കും, യജ്ഞങ്ങൾക്കും ഹോമങ്ങൾക്കും ഒക്കെ നമ്മൾ പൈസ കൊടുക്കും, അതിൻ്റെ നേർച്ച വാങ്ങിക്കും. ഇതിന് ആധ്യാത്മികയുമായി ബന്ധമില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉപനിഷത്ത് ഏത് മതക്കാരും പഠിക്കേണ്ട ഒന്നാണ്. ഇതിനകത്ത് ദൈവങ്ങളില്ല, സത്യം മാത്രം പറയുന്നത്.
സത്യത്തിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഉപനിഷത്ത്. അപ്പോൾ ഉപനിഷത്ത് പറയുന്നു, ഇവിടെ ഉദ്ധാലകൻ ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വസ്തുക്കൾ സ്വത്തുക്കൾ ദാനം ചെയ്യുന്നത്. ഇതിനെ ഒരു കാരണവശാലും നമുക്ക് ആധ്യാത്മികത എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഉദ്ധാലകനും അലക്സാണ്ടർ ചക്രവർത്തിയും നെപ്പോളിയനും ഹിറ്റ്ലറും തമ്മിൽ എന്താ വ്യത്യാസം? അലക്സാണ്ടർ ചക്രവർത്തിയുടെ മോഹവും ലോകം കീഴടക്കുക, നെപ്പോളിയന്റെ മോഹവും ലോകം കീഴടക്കുക, ഹിറ്റ്ലറുടെ മോഹവും ലോകം കീഴടക്കുക. ഇവിടെ യജ്ഞം നടത്തുന്ന ഉദ്ദാലകന്റെ മോഹവും ലോകം കീഴടക്കുക. അലക്സാണ്ടറിനും നെപ്പോളിയനും ഹിറ്റ്ലർക്കും ഒന്നും യാഗത്തെയും യജ്ഞത്തെയും കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ട് അവർ വേറെ വഴി സ്വീകരിച്ചു. ഇയാൾക്ക് യാഗവും യജ്ഞവും അറിയാവുന്നത് കൊണ്ട് ഈ വഴി സ്വീകരിച്ചു. അതുകൊണ്ട് ഉപനിഷത്ത് പറയുന്നു, നചികേതസിന്റെ പിതാവ് നടത്തുന്ന ഈ യാഗത്തെ ഒരിക്കലും ആധ്യാത്മികതയുമായി കൂട്ടിക്കുഴയ്ക്കരുത്. എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഏത് പ്രവൃത്തി നടത്തിയാലും അതിന് ആധ്യാത്മികവുമായി ഒരു ബന്ധവും ഇല്ല. അപ്പോൾ നമ്മളിവിടെ സ്വത്ത് ദാനം ചെയ്യുന്നത് ലോകം ജയിക്കാനാണ്, സ്വർഗത്തെ കിട്ടാനാണ്. ഇപ്പം നിങ്ങൾ സത്യത്തെ ആലോചിച്ച് നോക്കെ, ഉപനിഷത്ത് പ്രകാരം നിങ്ങൾക്ക് ആധ്യാത്മികയുമായി ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു കൈക്കൂലിയാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റമ്പലത്തിലെങ്കിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഭഗവാനോട് പറയുകയാണ്, എനിക്ക് നല്ലത് വരണേ, എൻ്റെ മക്കൾക്ക് നല്ലത് വരണേ, എനിക്ക് ആരോഗ്യമുണ്ടാകണേ, മോളുടെ വിവാഹം നടക്കണേ, മകൻ്റെ ജോലി നടക്കണേ, എനിക്കൊരു വീട് വെക്കാൻ സഹായിക്കണേ, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടണേ. കണ്ടില്ലേ? കൈക്കൂലി ആയതുകൊണ്ടാണ് നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പറയുന്നത്, എൻ്റെ മോനൊരു ജോലി കിട്ടിയാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു വിളക്ക് വെച്ചേക്കാമേ. ഉണ്ടോ? എൻ്റെ മകന് ജോലി കിട്ടിയാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു വിളക്ക് വെച്ചേക്കാമേ എന്ന് പറഞ്ഞാൽ, ജോലി കിട്ടിയില്ലെങ്കിൽ കോവി ഇട്ടുകൊണ്ടിരുന്നാൽ മതി, തരുത്തില്ല. നല്ല ഒന്നാം തരം കൈക്കൂലിയാണ് നിങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ നടത്തുന്ന സകല പ്രാർത്ഥനകൾക്കും ആധ്യാത്മികതയുമായിട്ടൊരു ബന്ധവുമില്ല. ഈവൻ മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ അതും ആധ്യാത്മികതയല്ല. അപ്പോൾ ഉപനിഷത്ത് പറയുന്നത്, നിങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ഗുരുവായൂർ ചെല്ലുന്നു, ഗുരുവായൂർ ചെല്ലുമ്പോൾ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഗുരുവായൂരപ്പ ഭഗവാനെ കൃഷ്ണ, അങ്ങയെ കണ്ടല്ലോ, സന്തോഷം സന്തോഷം, കൃഷ്ണ 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 കൃഷ്ണ, ഗുരുവായൂരപ്പ, ഓം നമോ ഭഗവതേ വാസുദേവായ. അത്രയും മതി, അതിനപ്പുറം ഒന്നും പറയണ്ട. ഒന്നും മോഹിച്ചുകൊണ്ട് പോയി ഗുരുവായൂരപ്പനെ തൊഴരുത്. ഇങ്ങനെയാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, അവിടെ ചെല്ലുമ്പം നമുക്ക് എല്ലാം പറയാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹമുണ്ടെങ്കിൽ അത് ആധ്യാത്മികതയല്ല. അപ്പോൾ ഇന്ന് തൊട്ട് വിചാരിക്കുക, ഈ രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരും ആധ്യാത്മികത തേടി വേണം അമ്പലത്തിൽ പോകാൻ. ആധ്യാത്മികത തേടി അമ്പലത്തിൽ പോകുന്നവൻ ഒരാവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ കൈക്കൂലിയിൽ വീഴുന്ന ഒരാളല്ല. മന്ത്രം ചെയ്ത് മോക്ഷം കിട്ടാം എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും കരുതരുത്. ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നോക്കുന്നത് നിങ്ങൾ മന്ത്രം ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കഥ ഞാൻ ഇതിനു മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരിടത്തൊരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ഈ ഭാര്യ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അവരെപ്പോഴും കൃഷ്ണന്റെ പ്രതിമ വെച്ച് ഇങ്ങനെ പൂജിച്ചുകൊണ്ടേയിരിക്കും. കൃഷ്ണന്റെ പ്രതിമയുടെ മുമ്പിൽ ആഹാരം വെച്ചിട്ട് ഭഗവാനെ കഴിക്കണേ കഴിക്കണേ എന്ന് പറയും. എന്നിട്ട് അവിടെ ഒരു വഞ്ചി വെച്ചേക്കും, പൈസ ഇട്ടിട്ട് കൃഷ്ണക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കണം. ഇവരുടെ ഭർത്താവാകട്ടെ നിരീശ്വരവാദിയാണ്. ഇവരെപ്പോഴെങ്കിലും ഭഗവാന് ആഹാരം കൊടുക്കുന്നത് കണ്ടാൽ ഇയാൾ ഓടി വന്ന് കാലുകൊണ്ട് തട്ടി ഈ പാത്രവും പാലും എല്ലാം തട്ടി മറിച്ചിട്ട് പറയും, നിനക്കെന്ത് പ്രാന്ത, ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് കൃഷ്ണനാണെന്നും പറഞ്ഞ് നീ കൃഷ്ണന് പാലും പഴവും ഒക്കെ കൊടുക്കുകയാണോ, നിനക്ക് ലജ്ജയില്ലേ? അപ്പോൾ ഇവർ പറയും, ഭഗവാനെ ക്ഷമിക്കണേ, എൻ്റെ ഭർത്താവ് അറിവില്ലാതെ ചെയ്യുന്നതാണേ എന്ന് പറയും. ഇതൊരു സ്ഥിരം പരിപാടിയാണ്.
ഈ വഞ്ചി ഇയാളെ കണ്ണി കണ്ട ഇയാൾ അടിച്ചു പൊട്ടിച്ച് കളയും. ഇയാൾ പറയുന്നത് എന്ത് കൃഷ്ണൻ, ഏത് കൃഷ്ണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇയാൾ വിളവൊക്കെ എടുത്ത്, വിളവെടുത്തതിന് ശേഷം അടുത്ത ഒരു വർഷത്തേക്കുള്ള വിത്ത് വാങ്ങിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് കിട്ടിയാലേ ഇനി അടുത്തൊരു വർഷം കഴിയാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ അടുത്ത വീട്ടിലെ ജനാലയിലൂടെ ഇയാൾ കുറേ നടന്നു വന്ന് പോയിക്കഴിഞ്ഞ് വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ഒരു ചെറിയ തേങ്ങൽ കേട്ടു. അപ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ നിന്നാണ്. അതിൻ്റെ ജനലിലൂടെ ഇയാൾ ഒരു കാര്യം കണ്ടു. ഒരു സ്ത്രീ കഴുത്തിൽ കുരുക്കിടുന്നു ആത്മഹത്യ ചെയ്യാൻ. അപ്പോൾ ഇയാൾ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്തിനാണ് മരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണ്, അതിന് ചികിത്സിക്കണമെങ്കിൽ ഇത്ര രൂപ വേണം, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളെ എല്ലാം വിറ്റുപെറുക്കി, ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട, ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നോക്കൂ, ഇതാ നിങ്ങൾക്ക് ഇത്രയും പൈസയല്ലേ വേണ്ടത്, ഇതാ ആ പൈസ. ഇയാൾ വിത്ത് വാങ്ങിക്കാൻ കൊണ്ടുപോയ പൈസ മുഴുവനും അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കുക കേട്ടോ, ചികിത്സിച്ച് അയാളെ ഭേദമാക്കെന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, വിത്തുകൾ എന്തേ? അപ്പോൾ അയാൾ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തുവാ മനുഷ്യമായി കാണിച്ചത്? ഇനി ഒരു വർഷം നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാനും എൻ്റെ കുഞ്ഞും എങ്ങനെ ജീവിക്കും? അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അടുത്ത ദിവസം അയാൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു ചെറുക്കൻ വന്നു. ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ മുന്തിയ ഇനം വിത്തുകളുണ്ട്, ഇത് വിതച്ചു കഴിഞ്ഞാൽ ഇന്ന് വിതച്ചാൽ നാളെ കൊയ്യാം 24 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെ ഒരു വിത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു വിത്തുണ്ട്, നോക്കൂ, ഒരു കാര്യം ചെയ്തുകൊള്ളൂ, നിങ്ങൾ ഈ വിത്ത് വിതച്ചു നോക്കൂ, നിങ്ങൾ ആ വിത്ത് വിതച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? ഇയാള് ഈ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് വിത്തുകൾ വാങ്ങി വിത്ത് മുളപ്പിക്കാനായിട്ട് തുടങ്ങി. ആ വിത്ത് തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്തു? വളർന്നു വലുതായി പടർന്ന് പന്തലിച്ചു, ഫലങ്ങൾ കിട്ടി. ഇയാളിത് വിറ്റ് എന്ത് ചെയ്തു? കാശാക്കാനും തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് ഈ കൊച്ചിനോട് വലിയ ആഗ്രഹം, ഭയങ്കര സ്നേഹം തോന്നി തുടങ്ങി. അപ്പോൾ ഈ കുട്ടിയുമായി ഇയാൾ മാനസികമായി വല്ലാതെ അങ്ങ് അടുത്തു. ദിവസങ്ങൾ ഒന്നൊന്നായി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ഇതാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പോൾ ഇയാൾ പറഞ്ഞു, ഭഗവാനെ ഞാൻ എന്നും അങ്ങയെ നിന്ദിച്ചിട്ട് മാത്രമേ ഉള്ളൂ, എന്നിട്ടും അങ്ങ് എനിക്ക് ദർശനം നൽകി, പക്ഷേ എന്നും അങ്ങയെ പൂജിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ദർശനം കൊടുത്തില്ലല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അവൾ മന്ത്രവും ചെയ്ത് പൂജയും ചെയ്ത് ഫലങ്ങളുമൊക്കെ തരുന്നത് ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നെ പുകഴ്ത്തിയാൽ ഞാൻ വീണു പോകുമെന്നാണോ നീ കരുതുന്നത്? ഞാൻ എപ്പോഴും നോക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. ഒന്നും ആഗ്രഹിക്കാതെ നീ നിന്റെ കയ്യിലിരുന്ന അവസാനത്തെ പണവും കൊടുത്തതോടുകൂടി നിനക്ക് എന്നെ കാണാനുള്ള അർഹത നേടിക്കഴിഞ്ഞു. മന്ത്രം ചെയ്യുന്നവൻ്റെ മുന്നിലല്ല ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്, നിഷ്കളങ്കമായ മനസ്സുള്ളവൻ്റെ മുന്നിലാണ്. നിന്റെ ഭാര്യയ്ക്ക് അതായിട്ടില്ല. കണ്ടില്ലേ, കൃഷ്ണന് കൊടുത്തിരുന്ന പാലും പഴവും തട്ടിക്കളഞ്ഞ ആളിൻ്റെ മുന്നിൽ ആര് പ്രത്യക്ഷപ്പെട്ടു? ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. ഉപനിഷത്ത് സത്യം വിളിച്ചു പറയുന്നതാണ്. അപ്പം നിങ്ങൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും പ്രാർത്ഥനയല്ല. ഉദ്ദാലകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ യജ്ഞം നടത്തുന്നത് അയാൾക്ക് വിവേകമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അയാൾക്കൊരു പുത്രനുണ്ട്, ഒരു കൊച്ചുകുട്ടി. അവൻ വളരെ നിഷ്കളങ്കനാണ്. അവന് നിഷ്കളങ്കമായ കണ്ണുകളും സത്യസന്ധമായ ഹൃദയവും ഉള്ളവനാണ്. യേശു പറയാറുണ്ട്, കൊച്ചു കുട്ടികളെ പോലെ ഉള്ളവർക്കേ ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. വലുതായാൽ എന്താണ്? അവർക്ക് അഹന്ത വരും. അതാ കാര്യം. യേശു പറയുന്നു, കൊച്ചു കുട്ടികളെ പോലുള്ളവർക്കേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. നോക്കൂ, നിങ്ങൾ വളർന്നു വലുതായി, നിങ്ങൾ കൊട്ടാരം ഉപേക്ഷിച്ച് ഒരു കുടിലിൽ പോയി, അപ്പോഴും നിങ്ങളുടെ അഹന്ത വിടത്തില്ല. നിങ്ങൾ പറയും, കണ്ടില്ലേ, ഞാൻ കൊട്ടാരം വരെ ഉപേക്ഷിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ഈ വസ്ത്രം പോലും വേണ്ട എന്ന് പറഞ്ഞ് ഊരിക്കളഞ്ഞ് നിങ്ങൾ നഗ്നനായെന്നിരിക്കട്ടെ. അങ്ങനെ നഗ്നനായാലും നിങ്ങൾക്ക് ഉടനെ അഹങ്കാരം വരും.
അപ്പൊ നിങ്ങൾ പറയും, ദാ കണ്ടില്ലേ, ഞാൻ എൻ്റെ വസ്ത്രം വരെ ഉപേക്ഷിച്ചു. നിങ്ങൾ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്തിട്ട് എത്ര പേരെടുത്ത് പറയുമെന്നൊന്ന് ചിന്തിച്ചു നോക്കേ. സത്യത്തിൽ നിങ്ങൾ മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത്. അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരുടെ അടുത്തും പറയും, ഞങ്ങൾ അനാഥാലയത്തിൽ പോയിടേ, അവിടെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ലേ, ഓ പാവം, ആ കുഞ്ഞുങ്ങൾ തിന്നുന്നതൊക്കെ കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരുടെ. കണ്ടില്ലേ, നിങ്ങൾക്ക് എന്താണ്, അനാഥാലയത്തിൽ കൊടുത്തു, അത് 10 പേരറിയണം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അകന്ത ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കേ, ആരാണോ നചികേതസിനെ പോലെ ഒരു കൊച്ചുകുട്ടിയായി മാറുന്നത്, നിഷ്കളങ്കരായി മാറുന്നത്, നിശ്ചയമായും അവന് യവനെ കാണാൻ പറ്റും. നിങ്ങളുടെ പ്രായം നിശ്ചയിക്കുന്നത് നിഷ്കളങ്കതയാണ്. അപ്പോൾ ഉപനിഷത്ത് പറയുന്നു, നിങ്ങൾ യാതൊന്നും ആഗ്രഹിക്കാതെ അമ്പലത്തിൽ പോവുക, യാതൊന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ നാമം ഉരുവിടുക, മറ്റൊരാളോട് ഒരിക്കലും പറയാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യുക. അങ്ങനെ ദാനം ചെയ്തിട്ട് ആ ദാനം ചെയ്യുന്ന നിമിഷം തന്നെ അത് മറക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 90 വയസ്സുണ്ടെങ്കിലും നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾക്കൊരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുണ്ട്, നിങ്ങൾക്ക് നിശ്ചയമായും മോക്ഷം കിട്ടിയിരിക്കും. അപ്പോൾ ഉപനിഷത്തിലൂടെ ഉപനിഷത്തുകാരൻ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വലിയ സത്യം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഉപനിഷത്തുകാരൻ പറയുന്നത് ഇതാണ്, ഇന്നു മുതൽ ഈ കഠോപനിഷത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കുക, നിങ്ങൾ കുട്ടിയെപ്പോലെ നിഷ്കളങ്കനാകണം. അങ്ങനെ നിഷ്കളങ്കത ഉള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് ക്രിസ്ത്യൻസ് പറയും. നമ്മൾ പറയും നമുക്ക് ഇഷ്ടമുള്ള ലോകം, വൈകുണ്ഠം, ഗോലോകം, അവിടേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. ഇപ്പം കബീർ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ എത്ര ശുദ്ധമായ ദേഹമാണ് എനിക്ക് തന്നത്. ദൈവമേ, ഞാൻ ജനിച്ചപ്പോൾ എന്തുമാത്രം നിഷ്കളങ്കനായിരുന്നു, എൻ്റെ മരണസമയം അടുത്തു, അത്രയും നിഷ്കളങ്കമായ ആ ദേഹം ഞാൻ അങ്ങയെ മനസ്സും അങ്ങയെ തിരിച്ചേൽപ്പിക്കുന്നു എന്നാണ് കബീർ പറഞ്ഞത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. മന്ത്രം ജപിച്ചാൽ മോക്ഷം കിട്ടില്ല, ഇരുട്ട വിളക്ക് അമ്പലത്തിൽ പോയാൽ മോക്ഷം കിട്ടില്ല. ഉപനിഷത്തുകൾ പറയുന്നത് ഇതാണ്, നിങ്ങൾ അമ്പലത്തിൽ പൊയ്ക്കൊള്ളൂ, മന്ത്രം ചെയ്തുകൊള്ളൂ, പക്ഷേ ഒന്നും ആഗ്രഹിക്കരുത്. നിങ്ങൾ ഇന്നു മുതൽ ഒന്നും ആഗ്രഹിക്കാതെ അമ്പലത്തിൽ പോയി, കൃഷ്ണൻ്റെ അമ്പലമാണെങ്കിൽ കൃഷ്ണൻ്റെ ഏതെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ കൃഷ്ണ, ശിവൻ്റെ അമ്പലമാണെങ്കിൽ ഓം നമഃശിവായ ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന മന്ത്രങ്ങൾ ചൊല്ലുക. അതേ കണക്ക് തന്നെ എന്തെങ്കിലും ദാനം ചെയ്താൽ അത് അവിടെ വെച്ച് തന്നെ നിങ്ങൾ മറക്കുക. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും തിരിച്ചൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു ഉമ്മ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു, ഉടനെ അവളും അത് തിരിച്ചു തരണമെന്ന് കരുതാതിരിക്കുക. കുട്ടി എങ്ങനെയാണ്, കണ്ടിട്ടില്ലേ, കുട്ടി നിഷ്കളങ്കന, അവൻ ഓടി വന്ന അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും, കൊടുത്തിട്ട് അവൻ തിരിച്ചങ്ങ് ഓടിപ്പോകും. പിന്നെ നമ്മൾ ഓട്ടിച്ചിട്ട് പിടിച്ചാണ് അവന് ഉമ്മ കൊടുക്കുന്നത്. കാരണം അവൻ തിരിച്ച് അമ്മയുടെ ഉമ്മ തിരിച്ചാഗ്രഹിച്ചുകൊണ്ടല്ല തരുന്നത്. അപ്പൊ ഇന്നു മുതൽ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ചേട്ടോണം. നിങ്ങൾ കുട്ടികളെപ്പോലെ നിഷ്കളങ്കനായാലേ മോക്ഷം കിട്ടൂ. എന്താണ് കുട്ടികളെപ്പോലെ നിഷ്കളങ്കനാവുക എന്ന് പറഞ്ഞാൽ, ഇന്നു മുതൽ ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തികൾ ചെയ്യുക. അമ്പലത്തിൽ പോയിട്ട് അത് വേണം ഇത് വേണം എന്ന് പറയാതിരിക്കുക. ദാനങ്ങൾ ചെയ്താൽ അവിടെ വെച്ച് മറക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഞാൻ ദാനം ചെയ്തുവെന്നോ വിചാരിക്കാതിരിക്കുക. മകനൊരു ഉമ്മ കൊടുത്താൽ അവൻ തിരിച്ചുമ്മ തരണമെന്ന് കരുതാതിരിക്കുക. ഒരാളോട് സ്നേഹത്തിൽ സംസാരിച്ചാൽ അയാളും തിരിച്ച് എന്നോട് സ്നേഹത്തിൽ സംസാരിക്കണമെന്ന് കരുതാതിരിക്കുക. നമ്മൾ ഒരാളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ അയാളും തിരിച്ച് നല്ല വാക്ക് പറയണമെന്ന് വിചാരിക്കാതിരിക്കുക. നമ്മളിങ്ങനെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ അവസ്ഥയ്ക്കാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ കുട്ടികളായി മാറുന്നത്. കുട്ടികൾ അങ്ങനെ അവരിങ്ങനെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും, അവർക്ക് തിരിച്ചൊന്നും വേണ്ട. അപ്പൊ ഈ നിമിഷം മുതൽ നിങ്ങൾ എല്ലാവർക്കും സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് വേണം ഇത് വേണമെന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. കാരണം നിങ്ങൾ മണ്ടന. നിങ്ങൾ പറയാതെ തന്നെ ഭഗവാൻ അറിയാമിടേ നിങ്ങളുടെ ആവശ്യങ്ങൾ.
നിങ്ങൾ പറഞ്ഞു കഴിയുന്നതോടുകൂടി നിങ്ങൾ ആധ്യാത്മികതയിൽ നിന്നും അകന്നു, ഭഗവാനിൽ നിന്നും അകന്നു. എന്തുകൊണ്ട്? ചില ആളുകൾ നമ്മളെ ഫോൺ ചെയ്തിട്ട് ചോദിക്കത്തില്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? എനിക്കറിയാം, എന്നെ വിളിച്ചിട്ട് ചില ആൾക്കാർ പറയാം, സാറേ എന്തുണ്ട് വിശേഷം സാറേ, സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ സാറേ, സാറിൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്, വീഡിയോ ഒക്കെ സൂപ്പറാ സാറേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീഡിയോ ഒക്കെ. ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്കറിയാം അടുത്തത് എന്താ പറയാൻ പോകുന്നതെന്ന്. നമ്മളിൽ നിന്ന് ജ്യോതിഷപരമായ ഒരു ഉപദേശം. ഇങ്ങനെ ആദ്യം 2 വാക്ക് പറഞ്ഞ് നമ്മളെ അങ്ങ് പൊക്കും. സാറിന് ഭയങ്കര ഇഷ്ടമാണ് സാറേ, സാറിൻ്റെ വീഡിയോ ഒക്കെ സൂപ്പറാണ് സാറേ, ഇത്രയും പറഞ്ഞു. കണ്ട, നമ്മൾ കള്ളന്മാരാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം പറയും, സാറേ പിന്നെ എനിക്കൊരു കാര്യം അറിയാറുണ്ട്, എൻ്റെ മോൻ്റെ ജാതകം അല്ലെങ്കിൽ എൻ്റെ മോടെ ജാതകം എങ്ങനെയാണ് നടക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാളോട് സ്നേഹം അല്ലെങ്കിൽ ഒരെണ്ണം പ്രകടിപ്പിക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണ്. അതേസമയം നിങ്ങൾക്ക് എന്താ, ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ടാ ഗുഡ് മോർണിംഗ് സാറേ, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സാറേ, എൻ്റെ ജാതകം ഒന്ന് നോക്കി തരുമോ? എന്ത് നല്ലത്, എന്ത് നല്ലത്. അതിനു മുമ്പ് എന്തിനാണ് ഈ വളഞ്ഞ വഴി? അതാണ് പറയുന്നത്, നിങ്ങൾ നിഷ്കളങ്കനല്ല. അപ്പൊ ഇന്നു മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണ, പിന്നെ ഇന്നു മുതൽ ഉപനിഷത്തുകാരൻ പറയുന്നു, നിങ്ങൾ കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കനായാൽ നിശ്ചയമായും നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങൾക്ക് വൈകുണ്ഠത്ത് പോകണമെങ്കിൽ അവിടെ, ഗോലോകത്ത് പോകണമെങ്കിൽ അവിടെ, കൈലാസത്ത് പോകണമെങ്കിൽ അവിടെ. എന്താണ് കുട്ടിയെപ്പോലെ നിഷ്കളങ്കനാവുക എന്ന് പറഞ്ഞാൽ, ഇന്ന് തൊട്ട് അമ്പലത്തിൽ ചെല്ലുമ്പം പ്രാർത്ഥന മാത്രം. തിരിച്ചെനിക്ക് ഒന്നും ആഗ്രഹിക്കരുത്, മോക്ഷം പോലും ആഗ്രഹിക്കരുത്. വെറുതെ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, ഭഗവാനെ നിന്നെ ഒന്ന് കണ്ടല്ലോ, മതി മതി, എനിക്ക് തൃപ്തിയായി ഭഗവാനെ. മോൻ്റെ കല്യാണം നടക്കാതെ വിഷമിച്ച പറയരുത് വേണമെന്ന്. മകളുടെ കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, പറയരുത്. അത് മേളിലൊരാളിരിപ്പുണ്ട്, വേണമെങ്കിൽ ചെയ്യട്ടെ. ഈ മെൻറ്റാലിറ്റി. ഒരു അനാഥാലയത്തിൽ ദാനം കൊടുത്താൽ ഒരിക്കലും ആരോടും മിണ്ടരുത്. അതിൻ്റെ പേരിൽ ഒരു മഠം ദാനം കൊടുത്തു എന്ന ചിന്ത പോലും മനസ്സിൽ നിന്ന് കളയണം. മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ തിരിച്ചു വേണമെന്ന് കരുതരുത്. അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയി ഒന്നും ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കുക. ദാനം ചെയ്താൽ ആരോടും മിണ്ടാതിരിക്കുക. എല്ലാവർക്കും സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക. തിരിച്ചെനിക്ക് ഒന്നും വേണ്ടായേ എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ നിങ്ങൾ കുട്ടിയായി, കുട്ടിയെപ്പോലെ നിഷ്കളങ്കനായി. ഉറപ്പായും നിങ്ങൾ ഒരു മന്ത്രവും ജപിക്കേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോക്ഷപ്രാപ്തിയുള്ള വൈകുണ്ഠമോ കൈലാസത്തിലോ എത്തിയിരിക്കുമെന്ന് ഉപനിഷത്തുകാരൻ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.